ക്വസ്റ്റ്യൻ ഇവിടെ ഷെയർ ചെയ്യാണ്. 15 മാർക്കിന്റെ എക്സാം ആണ്. അപ്പോൾ സാറ് ക്വസ്റ്റ്യൻ്റെ ഇവിടെ ഷെയർ ചെയ്യാം, എല്ലാവരും നോക്കിക്കോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. അത് 5 മാർക്കാണ്. അതിൻ്റെ എ സൈഡ് കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. ബി സൈഡ് ദിഫു പാസ്, നേപ്പാൾ ഹിമാലയ, അതേപോലെ തന്നെ ഡെറാഡൂൺ, അതേപോലെ തന്നെ റോക്താങ് പാസ്, അതേപോലെ തന്നെ ബനിഹാൽ പാസ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആക്കേണ്ടത്. ഇത് നിങ്ങൾ കറക്റ്റ് ആക്കിയാൽ 5 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. ദെൻ അടുത്തത്, റൈറ്റ് എനി 4 ഫീച്ചേഴ്സ് ഓഫ് പൂർവാചൽ ഹിൽസ്. പൂർവാചൽ കുന്നിൻ്റെ 4 സവിശേഷതകൾ എഴുതുക, 4 മാർക്ക്. കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽസ് ഫൗണ്ട് ഇൻ ഹിമാലയൻ റീജിയൻ. ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണുകളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ്? അതിന് 3 മാർക്കാണ്. അപ്പോൾ 3 പ്രത്യേകതകൾ എഴുതണം. അടുത്തത്, റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഹിമാചൽ ഹിമാലയ. ഹിമാചൽ ഹിമാലയത്തിൻ്റെ 3 പ്രത്യേകതകൾ കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. മൊത്തം 15 മാർക്കാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കിട്ടും. അപ്പോൾ ആദ്യത്തെ പേജിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് സ്ക്രീനിലേക്ക് വരുന്നത്. സാർ എന്നൊന്ന് മാറ്റിക്കോളൂ, നല്ല ക്ലാരിറ്റി കാണട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് സ്ക്രീനിൽ കാണുന്നത്. അതിൽ കാശ്മീർ ഹിമാലയ, അതിൻ്റെ നേരെ ബനിഹാൽ, അപ്പോൾ 1 മാർക്കായി. ഹിമാചൽ ഹിമാലയ അത് റോഹ്താങ് പാസ്. ഉത്തരാഖണ്ഡ് ഹിമാലയ അത് ഡെറാഡൂൺ. സെൻട്രൽ ഹിമാലയ അതിന് നേരെ നേപ്പാൾ ഹിമാലയ എന്നും, ഈസ്റ്റേൺ ഹിമാലയ അതിന് നേരെ ദിഫു പാസ്. ഇതാണ് കറക്റ്റ് വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ 5ഉം ശരിയായാൽ 5 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് ആൻസർ ക്ലിയർ ആവണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അപ്പോൾ സ്ക്രീൻ അല്ലെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഒന്ന് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെയാണ്. അതിൽ 4 മാർക്കാണ് അതിനുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു 4 കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടത്. The hills in the north-south direction from Arunachal Pradesh to Mizoram have relatively lower elevation. അരുണാചൽ പ്രദേശിൽ നിന്നും മിസോറാം വരെ വടക്ക് തെക്ക് ദിശയിൽ നീളുന്ന മലനിരകൾ. പിന്നെ ഇതിൻ്റെ ഹൈറ്റ്, ദീസ് ഹിൽസ് വിത്ത് ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് 500 to 3000. അതൊരു പോയിൻ്റാണ്. പിന്നെ അടുത്തത്, ദ ഇമ്പോർട്ടൻസ് ഹിൽസ് റേഞ്ചസ് ഇൻക്ലൂഡിങ് ദ പട്കായ്ബം, നാഗ ഹിൽസ്, മീസോ ഹിൽസ്, ഇതൊക്കെയാണ്. അപ്പോൾ കുറച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട ഹിൽസിൻ്റെ പേര് എഴുതാം. അപ്പോൾ 3 മാർക്കായി. പിന്നെ ചിറാപുഞ്ചി ആൻഡ് മൗസിൻ റാം ലൊക്കേറ്റഡ് ഇൻ ദിസ് റീജിയൻ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ചിറാപുഞ്ചിയും മൗസിൻ റാമും ഇവിടെയാണ്. അപ്പോൾ 4 പ്രത്യേകതകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ 4 മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ആൻസർ വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് നോക്കുക. അതിനകത്തൊരു 3 പോയിന്റ് എഴുതിയാൽ മതി. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മൗണ്ടെയിൻ സോയിൽസ് ആൻഡ് ഫോറസ്റ്റ് സോയിൽസ് ആർ കോമൺലി ഫൗണ്ട് ഇൻ ദിസ് ഹിമാലയൻ റീജിയൻ. അതായത് ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ പർവ്വതമണ്ണും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വനമണ്ണൊക്കെ ഇവിടെ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ മലയാളം കാണിച്ചു തരാം കേട്ടോ. The texture and particle size of the soils vary according to the mountains environment. ഇപ്പോൾ ഈ പറയുന്ന ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത് വനമണ്ണ് അല്ലെങ്കിൽ ഭൂപ്രകൃതിക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. The fine grained soils and high humus contents is found in this valley. നല്ല രീതിയിലുള്ള ജൈവകങ്ങൾ അടങ്ങിയ മണ്ണ് ഈ ഭാഗത്തുനിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അലുവിയൽ ഡെപ്പോസിഷൻ ഇവിടെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഹ്യൂമസ് റിച്ച് ഫൈൻ സോയിൽസ് ഈസ് ഐഡിയൽ ഫോർ ദ സഫോൺ കൾട്ടിവേഷൻ. സഫോൺ കൃഷിക്കൊക്കെ അനുയോജ്യമായ മണ്ണാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു 3 കാര്യങ്ങൾ എഴുതുക, 3 മാർക്ക് കിട്ടും. പിന്നെ മലയാളം ഒന്ന് കാണിച്ചു തരാം. മലയാളം മീഡിയം കുട്ടികളുണ്ടാവും. അപ്പോൾ മലയാളം മീഡിയംകാർ പൊതുവായി പർവ്വതമണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. മണ്ണിൻ്റെ ഘടനയും ഇതും പരിസ്ഥിതി ആശ്രയിച്ചാണ് ഉള്ളത്. പിന്നെ ഇവിടെ ജൈവാംശം കൂടുതലുള്ള മണ്ണാണ്. പിന്നെ ഇവിടെ താഴേക്ക് നോക്കുക, ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദ മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് കുങ്കുമപ്പൂവൊക്കെ കൃഷി ചെയ്യാൻ വളരെ അനുയോജ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 3 കാര്യങ്ങൾ എഴുതുക, 3 മാർക്ക്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ്. ഇവിടെ 3 പ്രത്യേകതകളാണ് എഴുതേണ്ടത്. മേജർ പാർട്ട് ഓഫ് ദ ഹിമാലയാസ് ലൈസ് ദ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്. ഒരു പോയിന്റാണത്. ഹിമാചൽ പ്രദേശിലാണ് ധാരാളമായിട്ട് ഈ ഒരു റീജിയൻ ഉള്ളത്. ഇമ്പോർട്ടൻസ് റിവേഴ്സ് ഓഫ് ദിസ് റീജിയൻസ് ആർ ചെനാബ്, രവി ആൻഡ് ബിയാസ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ ചെനാബ്, രവി, ബിയാസ് ആണ്. ദ മെയിൻ മൗണ്ടൻ റേഞ്ചസ് ആർ ഇൻ ദ ദൗലദാർ ആൻഡ്
പിർ പാഞ്ചാൽ റേഞ്ചസ്. ഇവിടെ പ്രധാനപ്പെട്ട 2 മലനിരകൾ ഇവയൊക്കെയാണ്. ഒരു 3 പ്രത്യേകതകൾ എഴുതിയാൽ മതി. അപ്പോൾ 3 ഇത്. പിന്നെ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പാസസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഏതെങ്കിലും പാസസിൻ്റെ പേരൊക്കെ എന്ത് ചെയ്യാം, എഴുതാം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ മലയാളം കൂടെ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇംഗ്ലീഷ് മീഡിയംകാർ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ, ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ദെൻ മലയാളം നോക്കിക്കോളൂ. ഇതിൻ്റെ വലിയൊരു ഭാഗം ഹിമാചൽ പ്രദേശിലാണ്. പിന്നെ ഇവിടുത്തെ നദി ചെനാബ്, രവി, ബിയസ് എന്നിവയാണ്. പിന്നെ ഇവിടുത്തെ പർവ്വതങ്ങൾ ധാരാളമായിട്ട് പീർ പാഞ്ചാൽ, ദൗലാധാർ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ. പിന്നെ വേണമെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പാസസിൻ്റെ പേരൊക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഏതെങ്കിലും പാസസ് നിങ്ങൾക്ക് എഴുതാം. ലഡാക്കിനെയും ഹിമാചൽ പ്രദേശിനൊക്കെ ബന്ധിക്കുന്ന പാസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ റോക്താങ് പാസ് വളരെ പ്രധാനപ്പെട്ട ഒരു പാസ്സാണത്, അത് ചുരമാണ്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ എഴുതാം കേട്ടോ. മലയാളം മീഡിയംകാർ വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിന് 5 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റിന് 4 മാർക്ക്, മൂന്നാമത്തെയും 4-മത്തെയും ക്വസ്റ്റിന് 3 മാർക്ക് വീതം. ടോട്ടൽ 15 മാർക്ക്. അവിടെ ടോട്ടൽ ചെയ്യുക, പാരൻറ്റിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക.